നിങ്ങളൊരു ഫോൺ എടുക്കുമ്പോൾ ആദ്യം എന്താ പറയാ? മിക്കവാറും ഹെലോ എന്നായിരിക്കും അല്ലേ? അതെ, സാധാരണ അതാണല്ലോ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായി ഒരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്? ഇന്ന് ആ ഒരു ചോദ്യത്തിന് പിന്നിലെ കഥകളിലേക്കാണ് നമ്മളൊന്ന് എന്താ പറയാ ആഴത്തിലിറങ്ങി ചെല്ലുന്നത്. ശരിയാണ്. നമ്മള് ഇന്ന് കാണുന്ന ഈ ഹെലോ ഉണ്ടല്ലോ, അതിന്റെ പിന്നിലെ കഥ തുടങ്ങുന്നത് ഫോൺ കണ്ടുപിടിച്ച ആ കാലത്താണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഓക്കെ. അന്ന് ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങാൻ ഒരു വാക്ക് വേണം. അപ്പോ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലില്ലേ, അദ്ദേഹം നിർദ്ദേശിച്ചത് എന്താണെന്നറിയോ? എന്തായിരുന്നു? അഹോയ്. അഹോയ്. നാവികരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു വാക്ക്. അഹോയ്. കൊള്ളാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഓരോ ഫോൺ വിളിയും അഹോയ് എന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഒരു കപ്പൽ വരുന്ന പോലെ. അതെ. പക്ഷേ തോമസ് എഡിസൺ മുന്നോട്ട് വെച്ചത് വേറൊരു വാക്കാണ്. അതാണ് ഹാലോ അല്ലേ? അതെ, ഹലോ. അത് അന്നത്തെ കാലത്ത് ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സാധാരണ ഉപയോഗിച്ചിരുന്നൊരു വിളിയായിരുന്നു. ആ, ശരി ശരി. അവസാനം എഡിസന്റെ വാക്കാണ് എല്ലാവരും സ്വീകരിച്ചത്. അതാണ് നമ്മളിപ്പോഴും അഹോയ്, അമേ എന്നൊന്നും പറയാത്തത്. ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോ ഫോൺ എടുക്കുമ്പോൾ ഒരു നാവികന്റെ ഫീല് വന്നേനെ. അതുമാത്രമല്ല, എഡിസന്റെ നിർദ്ദേശത്തിന് പിന്നിൽ കുറച്ചുകൂടി പ്രായോഗികതയുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഈ ഹലോ എന്ന വാക്ക് അത് വളരെ സിമ്പിളാണ്, വ്യക്തവുമാണ്. ഫോൺ ലൈനിൽ ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ കാണുമല്ലോ. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ ഹലോ എന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, ക്ലിയറാണ്. ശരിയാണ്, അത് ശരിയാണ്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഒരാളെ അഭിവാദ്യം ചെയ്യുന്ന പോലെ ഫോണിലും അതൊരു മര്യാദയായി മാറിയല്ലേ? അതെ അതെ. കാലം കഴിഞ്ഞപ്പോൾ അതൊരു ശീലമായി. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സംസാരത്തിന്റെ ഒരു ഭാഗമായി മാറി. വെറുതെ ഫോൺ എടുത്താൽ വായിൽ ഹലോ എന്ന് വരും. പക്ഷെ കാര്യങ്ങൾ പിന്നെ മാറിയല്ലോ. ടെക്നോളജി വന്നു. ഈ കോളർ ഐ ഡി ഒക്കെ വന്നില്ലേ? അതാണ് അടുത്ത പോയിന്റ്. കോളർ ഐ ഡി വന്നു. അമേരിക്കയിലൊക്കെ 80കളുടെ അവസാനത്തിൽ വന്നു. ഇന്ത്യയിൽ കുറച്ചുകൂടി കഴിഞ്ഞു, ഒരു 2000 ഒക്കെ ആയപ്പോഴേക്കും സാധാരണമായി. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് ഫോൺ റിംഗ് ചെയ്താൽ ആരാ വിളിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒരു മിസ്റ്ററി ബോക്സ് തുറക്കുന്ന പോലെയുള്ളൂ. ശരിയാണ്. ആരാണാവോ വിളിക്കുന്നതെന്നൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോ ആ സമയത്ത് ഹലോ എന്നൊരു ചോദ്യഭാവത്തിൽ ചോദിക്കുന്നത് വളരെ സ്വാഭാവികമായിരുന്നു. ആരാണ് എന്റെ സമാധാനം കളയുന്നത് എന്ന മട്ടിൽ. ആഹാ, ശരിയാണ്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്താന്ന് വെച്ചാല്, ഈ കോളർ ഐ ഡി വന്ന് ആരാ വിളിക്കുന്നതെന്ന് സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടും ആളുകൾ പിന്നെയും ഈ ഹലോ തന്നെയാണല്ലോ പറയുന്നത്. അതെന്താ അങ്ങനെ? അതാണ് ശീലങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ചെയ്ത് ശീലിച്ചാല് പിന്നെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറിയാലും ആ ശീലം മാറ്റാൻ നമുക്കൊരു മടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കില്ല. ശരിയാണ്. ഹലോ എന്നത് അപ്പോഴേക്കും ഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗമായി അങ്ങ് ഉറച്ചുപോയി. അതൊരു പാരമ്പര്യം പോലെയായി. ശരിയാണ്. ഈ ശീലം എത്ര സ്ട്രോങ് ആണെന്ന് വെച്ചാല് നമ്മൾ ഇന്ത്യയിലൊക്കെ ചിലപ്പം കാണാറുണ്ടല്ലോ. എന്താ? കണക്ഷൻ പോകുമ്പോ ലൈൻ ക്ലിയർ അല്ലെങ്കിൽ പോലും എന്താ പ്രശ്നമെന്ന് ചോദിക്കാതെ നമ്മൾ ഹലോ ഹലോ കേക്കാമോ ഹലോ എന്ന അങ്ങേ തലക്കിൽ ആള് കട്ട് ചെയ്യുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വളരെ ശരിയാണ്. അതൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് പോലെയാണ്. അതെ. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ടെക്നോളജി എത്ര മാറിയാലും നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ മാറാൻ കുറച്ചു സമയമെടുക്കും. ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾക്ക് ആളുടെ പേരും ഫോട്ടോയും വരെ കാണിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാ ആ ഒരു പൊതുവായ ഹലോ പറയേണ്ട ആവശ്യമുണ്ടോ? ടെക്നിക്കലി ഇല്ല അല്ലേ? ഇല്ല. വേണമെങ്കിൽ ഹായ് അമ്മേ എന്നോ, കൂട്ടുകാരനാണെങ്കിൽ എന്താടാ എന്നോ നേരിട്ട് ചോദിച്ചു തുടങ്ങാം. തീർച്ചയായും. പക്ഷേ സൂക്ഷിക്കണം. വിളിക്കുന്നത് നിങ്ങളുടെ ബോസ് ആണെങ്കിൽ ഒരു ഹലോ സർ എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് സേഫ്. അതെ, റിസ്ക് എടുക്കണ്ട. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ ഹലോയുടെ കഥയിൽ നിന്ന്? പ്രധാനമായിട്ടും ഈ ഹലോ എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല. അതൊരു സാംസ്കാരിക പ്രതിഭാസമാണ്. അതില് ടെക്നോളജിയുടെ ചരിത്രമുണ്ട്, ഭാഷയുടെ പ്രായോഗികതയുണ്ട്, പിന്നെ മനുഷ്യന്റെ ശീലങ്ങളുടെ ഒരു ശക്തിയുണ്ട്. ടെക്നോളജി നമ്മളെ കുറച്ചുകൂടി പേഴ്സണലായിട്ട് സംസാരിക്കാൻ സഹായിക്കുന്നുണ്ടിപ്പോൾ. എന്നാലും ആ പഴയ ശീലം അത് നമ്മളെ വിട്ടുപോകാൻ കുറച്ചു മടിക്കുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എഡിസന്റെ ഒരു ചെറിയ തീരുമാനം, പിന്നെ അതിന്റെ എളുപ്പം, അതൊരു ശീലമായി മാറിയത്, അവസാനം ടെക്നോളജി മാറിയിട്ടും മാറാതെ നിൽക്കുന്ന ഒരു വാക്ക്, അതാണ് ഹലോ. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്താണത്? നിങ്ങൾ അടുത്ത തവണ ഫോൺ എടുക്കുമ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെങ്കിൽ നിങ്ങൾ ആ പഴയ ഹലോ തന്നെ പറയുമോ? അതോ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് സംഭാഷണം തുടങ്ങുമോ? നല്ല ചോദ്യമാണ്. കേൾക്കുന്നവർക്കും ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. നിങ്ങൾക്കായിട്ടൊരു ചിന്ത കൂടി ഞാൻ പറയാം. പറയൂ.
നമ്മൾ ദിവസവും എത്രയോ വാക്കുകൾ ഇതുപോലെ നിസാരമായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ? അതിനൊക്കെ പിന്നിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത എന്തെല്ലാം കഥകളും ചരിത്രങ്ങളും മാറ്റങ്ങളും ഉണ്ടാകാം. ഹലോ ഒരു ഉദാഹരണം മാത്രം.